ഫ്രണ്ട്സ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പെർമനന്റ് വേക്കൻസിയാണ് ഗ്രൂപ്പ് സിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസ് ഒക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, പോസ്റ്റിംഗ് ലൊക്കേഷൻ, സാലറി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം, ഓഫീസ് ഓഫ് ദ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് എന്നിട്ട് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മറൈൻ വിങ്ങിലേക്കാണ്, കസ്റ്റംസ് കമ്മീഷണറേറ്റ് പൂനെ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് നോക്കാം. സീമാൻ വിളിച്ചിട്ടുണ്ട്. 18,000 മുതൽ നിങ്ങൾക്ക് 56,900 പേ സ്കെയിൽ വരുന്നത്. 4 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. SC 1, ജനറൽ 2, OBC 1 ഇങ്ങനെയാണ് വേക്കൻസി. മിനിമം ഏജ് ലിമിറ്റ് 18, മാക്സിമം 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ്. ക്ലോസിംഗ് ഡേറ്റ് ഞാൻ പറയാം, ആ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. മിനിമം 18 പൂർത്തിയായിരിക്കണം, മാക്സിമം 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എന്നാൽ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 10th പാസ്സായിരിക്കുക, അതല്ലെങ്കിൽ SSLC കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും പാടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വേണം. അത് ഈ പറയുന്ന നമ്മുടെ ഷിപ്പിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ആണ്. അതിൽ തന്നെ 3 വർഷത്തിൽ നിങ്ങൾ 2 വർഷം ഈ പറയുന്ന ഹെൽസ്മാൻ അല്ലെങ്കിൽ സിമാൻ ഷിപ്പ് വർക്കിലുള്ള ഒരു എക്സ്പീരിയൻസ് പ്രത്യേകമായിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഇങ്ങനെ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് പാട് ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് മുൻഗണനാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആപ്ലിക്കേഷനിൽ അത് മെൻഷൻ ചെയ്യണം. ഇത് നിർബന്ധമില്ല. ഓക്കെ, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ നിർബന്ധമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ ഈ ക്രൈറ്റീരിയ ഉണ്ടായാൽ മതി. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഗ്രീസർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 18,000 മുതൽ 56,900 ആണ് ഇതിലേക്ക് പേ സ്കെയിൽ വരുന്നത്. 7 വേക്കൻസിയാണ്. SC 1, OBC 1, ദെൻ ജനറൽ 4, EWS 1 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് 18 മിനിമം, 25 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28, SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്കും 10ാം ക്ലാസ് ആണ് പാസ്സായിരിക്കുക, ജസ്റ്റ് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. SLC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള ഷിപ്പിലേക്കുള്ള എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള എന്താണ് മെഷീനറീസും, അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ചില മെഷീനറീസ് ഉണ്ടല്ലോ, ഓക്സിലറി മെഷീനറീസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അത് മറ്റു ചില എന്താണ് ഇപ്പോൾ അതിൻ്റെ സബായിട്ട് വരുന്ന മറ്റു ചെറിയ ചെറിയ മെഷീനറീസോ അങ്ങനെയുള്ള മെഷീനറീസ് ഒക്കെ ഉള്ള മെയിൻ്റെനൻസ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഡീൽ ചെയ്തിരിക്കണം. അതിനെക്കുറിച്ച് ഉള്ള അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നാണ് കേട്ടോ പറയുന്നത്. അതോടൊപ്പം തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റും പാടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ. ഇനി ഇതിൽ ട്രേഡ്സ്മാൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 18,000 മുതൽ 56,900 ആണ് എൻ്റെ സ്കെയിൽ. 3 വേക്കൻസിയാണ്. SC 1, ജനറൽ 2 വേക്കൻസിയാണ്. അപ്പോൾ ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നതിലൊക്കെ ജനറൽ വേക്കൻസി ഉണ്ട്. ഏത് കാറ്റഗറിക്കും എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതായത് റിസർവ് വേക്കൻസി തന്നെ നമുക്കില്ല എന്ന് വിചാരിച്ച് നിൽക്കേണ്ട. അപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രേഡ്സ്മാൻ ആണെങ്കിൽ ഇപ്പോൾ OBC കൂടെ വേക്കൻസി ഇല്ല, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ST വേക്കൻസി ഇല്ല, അവർക്ക് ജനറൽ, EWSന് ജനറൽ, ഇതൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. മിനിമം പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ 25 SC കാൻഡിഡേറ്റ്സിന് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ITI നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക്കോ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ മെക്കാനിക് അല്ലെങ്കിൽ ഫിറ്റർ, അതല്ലെങ്കിൽ ടേണർ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽഡർ, ഇലക്ട്രീഷ്യൻ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ കാർപ്പൻട്രി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സും പാസ്സായിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഷിപ്പ് റിപ്പയർ ഓർഗനൈസേഷൻ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും മതി. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും പാടെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുൻഗണന കാര്യങ്ങൾ, അതിൻ്റെ ഒരു വെയിറ്റേജ് ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനും. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്തായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ റീഡ് ചെയ്താൽ കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ പോസ്റ്റിൻ്റെ. ഇനി അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ പറഞ്ഞു. SC ആണെങ്കിൽ 5 വയസ്സ് വരെ, അതായത് 5 years ആണ് ഏജ് റിലാക്സേഷൻ. അത് റിസർവ്ഡ് പോസ്റ്റിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. OBC ആണെങ്കിൽ 3 വർഷം. എക്സ് സർവീസ്മാൻ ഒക്കെ ഉണ്ടായിരിക്കും.
പിന്നെ അടുത്തത് നമുക്ക് ഇതിലേക്കുള്ള സെലക്ഷനാണ്, റിട്ടൺ എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണ്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, റിട്ടൺ എക്സാമിനേഷന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് സ്വിമ്മിംഗ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അത് മെഡിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കാനുള്ള കണ്ടീഷനാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീസെൻ്റ് ആയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് ആപ്ലിക്കേഷനിൽ ഒട്ടിക്കണം. നമ്മൾ ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ, ഓൺലൈൻ ആയിട്ടുള്ള ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്കൊരു ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അതിലെന്ത് ചെയ്യണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ ഒട്ടിക്കുകയും ആ ഫോട്ടോഗ്രാഫിൽ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അറ്റസ്റ്റ് ചെയ്യുക വേണം. അതായത് നിങ്ങൾ തന്നെ സൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച് അതിൻ്റെ മുകളിലൂടെ നമ്മൾ എന്തിനാ സൈൻ ചെയ്യുകയും വേണം. അത് ഉറപ്പ് വരുത്തണം, ആ ഒരു കാര്യം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ അപേക്ഷാ ഫീസും ഈടാക്കുന്നില്ല. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ കമ്മീഷണറേറ്റ് ഓഫ് കസ്റ്റംസ് പൂനെയുടെ ജുറിഡിക്ഷനിൽ വരുന്ന എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, ഇപ്പോൾ സീമാനിലേക്കോ അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ഇതിലേക്ക് ഓരോന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. സെപ്പറേറ്റ് ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു എൻവലപ്പിൽ ഇട്ടിട്ട് നമ്മളൊരു പോസ്റ്റൽ കവറിൽ ഇട്ടിട്ടാണല്ലോ അത് അയച്ചു കൊടുക്കുക. ഓക്കെ, പോസ്റ്റലായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അയച്ചു കൊടുക്കുമ്പം അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ പറയുന്നുണ്ട് 28x13. ഇത് നിങ്ങൾ ഈ ഒരു ഡയമെൻഷൻ നിങ്ങൾ പറഞ്ഞാൽ മതി. 28 സെൻറ്റിമീറ്റർ × 13 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ഡയമെൻഷനിലുള്ള എൻവലപ്പ് ആയിരിക്കണം നമ്മൾ അയച്ചു കൊടുക്കുന്ന എൻവലപ്പ്. ഓക്കെ, അത്രയും ആ ഒരു നീളം വീതിയൊക്കെ നമുക്ക് ആ ലെവലിൽ വേണം. 28 സെൻറ്റിമീറ്റർ × 13 സെൻറ്റിമീറ്റർ എന്നുള്ള ഡയമെൻഷൻ പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ പോസ്റ്റൽ കവർ വാങ്ങുമ്പോൾ, എൻവലപ്പ് വാങ്ങുമ്പോൾ. എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാചകം എഴുതണം. അതിൻ്റെ പുറത്ത് അപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ കാണാം, അപ്ലിക്കേഷൻ ഫോർ മറൈൻ വിങ് പോസ്റ്റ് കസ്റ്റംസ് കമ്മീഷണറേറ്റ് പൂനെ എന്നുള്ള കംപ്ലീറ്റ് വാചകം ഇതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഇതുപോലെ ഈ വാചകം കംപ്ലീറ്റ് റോസ് കളറിൽ മാർക്ക് ചെയ്തത് അപ്ലിക്കേഷൻ ഫോർ മറൈൻ വിങ് പോസ്റ്റ് കസ്റ്റംസ് കമ്മീഷണറേറ്റ് പൂനെ എന്നുള്ള വാചകം അതേപോലെ എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇതാ പോസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം, ഇതേപോലെ ഇതാ പോസ്റ്റ് അപ്ലൈഡ് ഫോർ നിങ്ങൾക്കിവിടെ കാണാം. പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ട്രേഡ്സ്മാൻ ആണെങ്കിൽ ട്രേഡ്സ്മാൻ, ഇനി സീമാൻ ആണെങ്കിൽ സീമാൻ ഏതാച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അപേക്ഷാ ഫോം നല്ല രീതിയിൽ ഫില്ല് ചെയ്യുകയും ആ ഫില്ല് ചെയ്ത അപേക്ഷാ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് പ്രൂഫ്, കാറ്റഗറി, എസെൻഷ്യൽ മറ്റു ഡിസൈറബിൾ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി എന്തൊക്കെയാണോ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അപേക്ഷയുടെ കൂടെ ഈ പറയുന്ന പോസ്റ്റൽ കവറിൽ ഇട്ടിട്ട് അയച്ചു കൊടുക്കണം. ഇനി അതുമാത്രം പോരാ, വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. കാണാം, അൺസൈൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. അതായത് നമ്മൾ സൈൻ ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒരു 4 എണ്ണം, നമ്മൾ ഒട്ടിച്ച പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇല്ലേ, അതേ സെയിം ഫോട്ടോഗ്രാഫ് 4 എണ്ണം നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യണം, ഈ പോസ്റ്റൽ കവറിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അതും കൂടാതെ വേറെ 2 കാര്യം പാടാണ്. 2 സെൽഫ് അഡ്രസ്ഡ് അൺസ്റ്റാമ്പ്ഡ് എൻവലപ്പ്, അതിൻ്റെ ഡയമെൻഷൻ പറയുന്നത് 25x12 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതും എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം, അതായത് മെയിൻ എൻവലപ്പിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാനൊന്നുകൂടെ ഷോർട്ടാക്കി പറയാം. ഇവിടെ ഞാനൊന്നൊരു ഷോർട്ടാക്കി പറയാം. ആദ്യം നമ്മളൊരു എൻവലപ്പ് എടുക്കാം. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കാം. പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇനി എക്സ്പീരിയൻസ് എല്ലാ സർട്ടിഫിക്കറ്റും എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. സെൽഫ് അറ്റസ്റ്റ് അതും വെച്ച് ഇതെല്ലാം പാടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എൻവലപ്പിലേക്ക് ഇടണം. എൻവലപ്പിൻ്റെ ഡയമെൻഷൻ ഇവിടെ പറഞ്ഞു 28x13 സെൻറ്റിമീറ്റർ എന്നുള്ള ഡയമെൻഷനിലുള്ള എൻവലപ്പ് ആയിരിക്കണം, കവർ ആയിരിക്കണം, പോസ്റ്റൽ കവർ. ഇനി അതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വാചകം എഴുതണം. ഇവിടെ മാർക്ക് ചെയ്ത വാചകം എഴുതണം, കമ്മീഷണറേറ്റ് പൂനെ എന്നുള്ളതും അതിന് താഴെ ലെഫ്റ്റ് സൈഡായിട്ട് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നുള്ളത്. ഓക്കെ, പോസ്റ്റ് അപ്ലൈഡ് ഫോർ ട്രേഡ്സ്മാൻ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു എൻവലപ്പിലേക്ക് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇടുക. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, നമ്മൾ സൈനും ചെയ്യാത്ത 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും പാടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇടണം, ഈ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അതുകൂടാതെ 2 സെൽഫ് അഡ്രസ്ഡ്, അതായത് ഇതേപോലുള്ള 2 എൻവലപ്പ് വാങ്ങുക. ഇത് അതിൻ്റെ ഡയമെൻഷൻ വേറെയാണ്, അത് 25x12 പറയുന്നത്. ഓക്കെ, 25x12 സെൻറ്റിമീറ്റർ ഡയമെൻഷനിൽ വരുന്ന 2 പോസ്റ്റൽ കവറും പാടെ നിങ്ങൾ എക്സ്ട്രാ വാങ്ങണം. ഒന്ന് ഇതാണ്, രണ്ടാമത്തും ഞാൻ വാങ്ങിയെന്ന് വിചാരിക്കാം.
ഈ രണ്ടെണ്ണത്തിലും നിങ്ങളുടെ അഡ്രസ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എഴുതാം, ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം, ഇതുപോലെ രണ്ടെണ്ണത്തിലും എഴുതാം. അത് മാത്രമല്ല എഴുതിയാൽ മതി. അങ്ങനെ 2 ബ്ലാങ്ക് ആയിട്ടുള്ള 2 പോസ്റ്റൽ കവറും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അപേക്ഷയുടെ കൂടെ ഇതേ സെയിം പോസ്റ്റൽ കവറിൽ ഇട്ടിട്ട് നമ്മൾ ആദ്യത്തെ മെയിൻ പോസ്റ്റൽ കവർ ഉണ്ടല്ലോ, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഇവിടെ നിങ്ങൾക്കവിടെ കാണാം. ദ അഡീഷണൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഈ കംപ്ലീറ്റ് അഡ്രസ്സ് പൂനെ തുടങ്ങിയിട്ട് 411001 എന്ന് പറയുന്നത് ഇതാണ് പിൻകോഡ് സഹിതം. ഇതാണ് കംപ്ലീറ്റ് അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഈ അഡ്രസ്സാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ബൈ ഹാൻഡ് ആയിട്ട് കൊടുക്കാം, പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കാം, സ്പീഡ് പോസ്റ്റ് കൊടുക്കാം, കൊറിയറിൽ കൊടുക്കാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കാം, സ്പീഡ് പോസ്റ്റ് അയക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാം. അങ്ങനെ അവിടെ എത്തേണ്ട അവസാന തീയതി ജൂൺ 10 ജൂൺ 10 ഉള്ളിൽ നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തണം. ഓക്കെ, ജൂൺ 10 ഉള്ളിൽ നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തണം. അപ്പോൾ ഇത്രയാണ് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10 10/6/2025 ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അപേക്ഷ ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം GOC ജില്ലാൻ്റെ ഹോം പേജാണ് ഇവിടെ വരാം. ഇവിടെ കാണാം കസ്റ്റംസ് പൂനെ ഗ്രൂപ്പ് C റിക്രൂട്ട്മെൻറ്റ് 2025 പറഞ്ഞിട്ട് കാണാം പോസ്റ്റ്. ഇനി ഇവിടെ കണ്ടില്ലെങ്കിൽ താഴെ നോക്കാം. ഇവിടെ ഒന്നും കണ്ടില്ല, ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പുതിയ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് പോയി ഇവിടുന്ന് ഡിസിപ്പിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടുന്ന് എന്ത് ചെയ്യാം, റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, കസ്റ്റംസ് പൂനെ ഗ്രൂപ്പ് C എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇതാ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ PDF ഓപ്പൺ ആവും. ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴോട്ട് തന്നെ നിങ്ങൾക്ക് താഴോട്ട് നീക്കി കളയാം. ഇവിടെ ഏറ്റവും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പേജ് നമ്പർ 5 മുതൽ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം ഫോർ മറൈൻ വിങ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ അപേക്ഷാ ഫോം. ഇതാണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ടത്. 1 2 3 പേജാണ് ഉണ്ടാവുക. 3 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ 3 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. കുറച്ച് ഫോട്ടോയിലും കുറച്ച് നമ്മുടെ പേപ്പറിലും വരുന്ന രീതിയിൽ സൈൻ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഓഫീസ് യൂസ് ഓൺലി ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് പോസ്റ്റിലേക്കാണ്, ഇപ്പോൾ ട്രേഡ്സ്മാൻ ആണ്, ട്രേഡ്സ്മാൻ എഴുതാം. ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, അത് ബ്ലോക്ക് ലെറ്ററിൽ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ, സ്മോൾ ലെറ്റർ യൂസ് ചെയ്യരുത്. ഫാദറിൻ്റെ പേര് ഇതൊക്കെ നിങ്ങളുടെ SLC ബുക്കിൽ എങ്ങനെയാണോ അതേ രീതിയിൽ നിങ്ങൾ എഴുതി വെക്കാം. പേരൊക്കെ, മദറിൻ്റെ പേര്, പിന്നെ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങളുടെ ID ഒക്കെ ഇതിൽ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്താൽ മതി. ഫോട്ടോ കോപ്പി എടുത്തിട്ട് കേട്ടോ. മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഇമെയിൽ ID നിങ്ങൾ ബ്ലോക്ക് ലെറ്ററിലാണ് കേട്ടോ എഴുതേണ്ടത്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ GOC എന്നുള്ളത് GO ക്യാപിറ്റൽ ലെറ്ററാണ്, മറ്റേ സ്മോൾ ലെറ്റർ ആയിട്ട് ചെയ്തരുത് കേട്ടോ. ബ്ലോക്ക് ലെറ്റർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, @gmail.com എന്നുള്ളത് ഇവിടെ കാണാം. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റ് കൊടുക്കാം. ദെൻ നിങ്ങൾ ക്ലോസിംഗ് ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എത്ര ഏജ്, ഇയർ, മന്ത്, ഡേ ആകുന്നൊക്കെയുള്ളതാണ്. അതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ ഹോം പേജിൽ നിങ്ങൾക്ക് ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂൾ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ. ഈസി ടൂളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുതാ ഏജ് കാൽക്കുലേറ്റർ. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് ഡേറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുത്താൽ എത്ര ഇയർ ആയി, എത്ര മന്ത് ആയി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് വരുന്നത് ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ ഏതാഴ്ച കൊടുക്കാം. ഇനി നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുത്തേക്കേണ്ടി, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത്, ഏത് സിറ്റിയാണ്, ഏത് ബ്രാഞ്ച് ആണെന്നൊക്കെ ഒന്ന് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം, പിൻകോഡ് കേട്ടോ. അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു രജിസ്റ്റർ ചെയ്തതിൻ്റെ അവരുടെ അഡ്രസ്സാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്, എസെൻഷ്യൽ ആണ്. ഇതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സീരിയൽ നമ്പർ ഇട്ടിട്ടുള്ളത് കൊടുക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ലാസ്റ്റ് കൊടുക്കുക, പ്രോപ്പറായിട്ട് കൊടുക്കാം. ഇനി ഡിസേബിൾ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിടാം. ഇനി നിങ്ങൾ SC/ST OBC ഏതാഴ്ച നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കാം. SC ആണെങ്കിൽ SC, ജനറൽ ആണെങ്കിൽ UR ഇട്ടാൽ മതി. ഇനി അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്യുക, അല്ലാത്തൊരു നോക്കണ്ട. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കുള്ളതാണ് ഏജ് റിലാക്സേഷന്. അതോടൊപ്പം തന്നെ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സിവിലിയൻ അല്ലെങ്കിൽ എക്സ് സർവീസ് ആണെങ്കിൽ അവർക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡിക്ലറേഷനൊക്കെ ഒന്ന് വായിക്കുക, എന്നിട്ട് പ്ലേസ് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് ചെയ്താൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ പറയുന്ന ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ് നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ വെച്ചാൽ മതി. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി ഇക്വലൻ്റ് മാർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് കൊടുക്കാം. ഇനി
എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കാം, ഏജ് പ്രൂഫ് ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കാം, ആധാർ കാർഡ് ഇതിൻ്റെ കൂടെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് വെക്കേണ്ട ടിക്ക് കൊടുക്കാം, പെർമനൻറ്റ് അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അതിനനുസരിച്ചിട്ട് ടിക്കോ അല്ലെങ്കിൽ ക്രോസ് മാർക്കോ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ വെക്കുന്ന വെച്ചാൽ നിങ്ങൾ വെക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ക്രോസ് മാർക്ക് കൊടുത്ത് സെറ്റാക്കാം. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്